ഒരു നിമിഷം ചിന്തിക്കൂ. ഈ നിമിഷം നമ്മുടെ ഹൃദയമിടിപ്പ് അവസാനമായി നിലച്ചാൽ, ഈ ലോകത്തിൽ നമ്മൾ കണ്ട അവസാന കാഴ്ച ഇതാണ് എങ്കിൽ, അതിനുശേഷം എന്ത് സംഭവിക്കും? നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ആത്മാവ് എവിടെയാണ് യാത്ര തുടങ്ങുന്നത്? ഖബറിന്റെ ഇരുട്ടിൽ ആദ്യം നമ്മളെ കാണാൻ ആരാണ് വരുന്നത്? ആ രാത്രിയിൽ മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത്? ഇവ വെറും ചോദ്യങ്ങളല്ല, ഇവയാണ് ഓരോ മനുഷ്യനും ഒരിക്കൽ നേരിടേണ്ടി വരുന്ന യാഥാർത്ഥ്യം. ഇസ്ലാം ഈ രഹസ്യങ്ങളെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വ്യക്തമായി പറഞ്ഞു. ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും നമ്മോട് പറയുന്നു, മരണം ഒരു അവസാനമല്ല, അത് മറ്റൊരു ലോകത്തിലേക്കുള്ള ആദ്യ വാതിലാണ്. പക്ഷേ ആ വാതിൽ തുറക്കുമ്പോൾ മനുഷ്യൻ ആദ്യം കാണുന്നത് എന്താണ്? ഇത് വെറുമൊരു കഥയല്ല, മനുഷ്യൻ ഒരിക്കൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യത്തിന്റെ യാത്രയാണ്. മരണത്തിന് ശേഷം മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അന്വേഷിക്കാം. നൂർ ബിയോണ്ട് അവതരിപ്പിക്കുന്നു, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. സൂറത്ത് ആലു ഇമ്രാൻ 185. ഖുർആൻ നമ്മോട് വളരെ ലളിതമായി പക്ഷേ വളരെ ശക്തമായി പറയുന്നു, ഓരോ ആത്മാവും മരണത്തിന്റെ രുചി അനുഭവിക്കും. ഈ ഭൂമിയിൽ ജനിച്ച ഓരോ മനുഷ്യനും, രാജാവായാലും ദരിദ്രനായാലും പണ്ഡിതനായാലും സാധാരണ മനുഷ്യനായാലും, ഒരിക്കൽ മരണത്തിന്റെ വാതിൽക്കലെത്തും. മനുഷ്യൻ ഈ ലോകത്തിൽ വളരെ വലിയ സ്വപ്നങ്ങളുമായി ജീവിക്കുന്നു. കുഞ്ഞായി ജനിക്കുന്നു, പിന്നീട് അവൻ വളരുന്നു, കുടുംബമുണ്ടാക്കുന്നു, സമ്പത്ത് ശേഖരിക്കുന്നു. ജീവിതത്തിന്റെ തിരക്കിൽ അവൻ മറക്കുന്നത് ഒരു കാര്യം മാത്രം, ഈ യാത്ര നിത്യമായതല്ല. ഖുർആൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു, കുല്ലുമൻ അലൈഹ ഫാൻ. ഈ ഭൂമിയിലുള്ള എല്ലാം ഒരു ദിവസം ഇല്ലാതാകും. സൂറത്ത് അർ-റഹ്മാൻ 26. പക്ഷേ മനുഷ്യൻ ഇത് മറക്കുന്നു. അവൻ ചിന്തിക്കുന്നത്, ഇനിയും സമയമുണ്ട്, ഇനിയും വർഷങ്ങളുണ്ട്. പക്ഷേ മരണം ഒരിക്കലും മുന്നറിയിപ്പ് നൽകുന്നില്ല. ഒരു ദിവസം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വ്യത്യസ്ത നിമിഷം എത്തും. ആദ്യം അവന്റെ ശ്വാസം പതുക്കെ മാറും. അവന്റെ കണ്ണുകൾ മുറിയിലുള്ള ആളുകളെ നോക്കും. പക്ഷേ അവൻ കാണാൻ തുടങ്ങുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല. അവന്റെ മുന്നിൽ മലക്കുകൾ എത്തുന്നു. ഖുർആൻ പറയുന്നു, കുൽ യതവഫാക്കും മലക്കുൽ മൗത്ത്. മരണത്തിന്റെ മലക്ക് നിങ്ങളുടെ ആത്മാവിനെ എടുക്കും. സൂറത്ത് അസ്സജദ് 11. ആ നിമിഷം മനുഷ്യൻ ഈ ലോകത്തെയും അടുത്ത ലോകത്തെയും ഇടയിൽ നിൽക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ ഒരു അത്ഭുതകരമായ വിശദീകരണമുണ്ട്. നല്ല മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു വെള്ളത്തുള്ളി പാത്രത്തിൽ നിന്ന് ഒഴുകുന്നതുപോലെ, മൃദുവായി, സമാധാനത്തോടെ. പക്ഷേ പാപിയായ മനുഷ്യന്റെ ആത്മാവിന് ആ വേർപാട് വളരെ കഠിനമാണ്. മുള്ളുകളാൽ നിറഞ്ഞ ഒരു ചെടിയിൽ നിന്ന് തുണി വലിച്ചെടുക്കുന്നതുപോലെ. ആ സമയത്ത് മലക്കുകൾ ആത്മാവിനെ സ്വീകരിക്കുന്നു. മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു വന്നാൽ ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നു. നല്ല ആത്മാവിനെ മലക്കുകൾ സുഗന്ധം നിറഞ്ഞ വസ്ത്രത്തിൽ പൊതിഞ്ഞ് ആകാശത്തിലേക്ക് കൊണ്ടുപോകും. ആകാശത്തിലെ ഓരോ കവാടത്തിലും ഒരു ചോദ്യമുയരും, ഇതാരുടെ ആത്മാവാണ്? അപ്പോൾ അവൻ ഭൂമിയിൽ അറിയപ്പെട്ടിരുന്ന മികച്ച പേരിൽ വിളിക്കും. പക്ഷേ ദുഷ്ട ആത്മാവിനായി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കില്ല. ഖുർആൻ പറയുന്നു, ലാ തുഫത്തഹു ലഹും അബ്വാബു സമാ. അവർക്കായി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. സൂറത്തുൽ അറാഫ് 40. പക്ഷേ ഇത് ആ യാത്രയുടെ അവസാനമല്ല. കാരണം ആത്മാവ് തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരപ്പെടും. എന്തിനാണ്? ഖബറിൽ മനുഷ്യനെ കാത്തിരിക്കുന്ന 3 ചോദ്യങ്ങൾക്കായി. ആ ചോദ്യങ്ങൾ മനുഷ്യന്റെ ശാശ്വതമായ ഭാവി തീരുമാനിക്കും. മനുഷ്യന്റെ ശരീരം ഇപ്പോൾ ഖബറിലേക്കാണ് കൊണ്ടുപോകപ്പെടുന്നത്. കുടുംബവും സുഹൃത്തുക്കളും അവന്റെ ചുറ്റും നിൽക്കുന്നു. ഒരിക്കൽ അവനോടൊപ്പം ചിരിച്ചവർ ഇപ്പോൾ നിശബ്ദമായി നിൽക്കുന്നു. അവന്റെ ജീവിതം ഇപ്പോൾ ഒരു ഓർമ്മയായി മാറുന്നു. ജനങ്ങൾ ഖബറിന്റെ അരികിൽ നിൽക്കുന്നു. മണ്ണ് പതുക്കെ ഖബറിലേക്ക് വീഴുന്നു. ഒരാൾ ഒരു പിടി മണ്ണിടുന്നു, പിന്നീട് മറ്റൊരാൾ. അവസാനം ഖബർ മുഴുവനും മണ്ണുകൊണ്ട് മൂടപ്പെടുന്നു. ജനങ്ങൾ പതുക്കെ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ അവർക്കറിയില്ല, ആ സമയത്ത് ഖബറിനുള്ളിൽ ഒരു വലിയ സംഭവം നടക്കുകയാണ്. പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. പ്രവാചകർ പറഞ്ഞു, മനുഷ്യനെ ഖബറിൽ അടക്കം ചെയ്ത ശേഷം ജനങ്ങൾ അവിടെ നിന്ന് പിന്മാറുമ്പോൾ ആ മനുഷ്യൻ ഒരു ശബ്ദം കേൾക്കും. അത്
അവരെ വിട്ടുപോകുന്ന ജനങ്ങളുടെ കാലടികളുടെ ശബ്ദമാണ്. അതായത് മരണം കഴിഞ്ഞിട്ടും ആത്മാവ് ഒരു പരിധിവരെ ഈ ലോകത്തെ അനുഭവിക്കുന്നു. അവനിപ്പോൾ ഒറ്റക്കാണ്. ഖബറിന്റെ ഇരുട്ട്, ചുറ്റും നിശബ്ദത മാത്രം. ആ നിശബ്ദത അല്പം നേരം മാത്രം നീളും. പെട്ടെന്ന് ഒരു വിചിത്രമായ ശബ്ദം. ഖബറിനുള്ളിൽ 2 മലക്കുകൾ എത്തുന്നു. ഇസ്ലാമിക പാരമ്പര്യത്തിൽ അവരെ വിളിക്കുന്നത് മുൻകർ നഗീർ. അവരുടെ രൂപം മനുഷ്യൻ മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ്. അവരുടെ ശബ്ദം ഭയപ്പെടുത്തുന്നതാണ്. അവർ മനുഷ്യനെ ഇരുത്തുന്നു. പിന്നീട് ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ വളരെ ലളിതമാണ്, പക്ഷേ മനുഷ്യന്റെ ശാശ്വതമായ ഭാവി അത് തീരുമാനിക്കും. ആദ്യ ചോദ്യം, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? രണ്ടാമത്തെ ചോദ്യം, മാ ദീനുക, നിന്റെ മതം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, മൻ നബിയുക, നിന്റെ നബി ആരാണ്? ഇത് പുസ്തകത്തിൽ പഠിച്ച അറിവല്ല, ഇത് ഹൃദയത്തിലെ വിശ്വാസമാണ്. വിശ്വാസത്തോടെ ജീവിച്ച മനുഷ്യന് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടില്ല. അവൻ പറയും, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ മതം ഇസ്ലാം, എൻ്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഒരു ശബ്ദം ആകാശത്തിൽ നിന്ന് കേൾക്കും, എൻ്റെ ദാസൻ സത്യം പറഞ്ഞു. അപ്പോൾ ഖബർ വിപുലമാകും. സ്വർഗത്തിൻ്റെ ഒരു ജനൽ അവൻ്റെ മുന്നിൽ തുറക്കും. പക്ഷേ വിശ്വാസമില്ലാതെ ജീവിച്ച മനുഷ്യന് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അവൻ പറയും, എനിക്കറിയില്ല. ജനങ്ങൾ പറഞ്ഞത് ഞാനും പറഞ്ഞു. അപ്പോൾ ആകാശത്തിൽ നിന്ന് മറ്റൊരു ശബ്ദം കേൾക്കും, അവൻ കള്ളം പറഞ്ഞു. പിന്നീട് ഖബർ അവനെ ചുരുക്കാൻ തുടങ്ങും. ഇസ്ലാമിക ഹദീസുകൾ പറയുന്നത് ഖബർ അവന്റെ ശരീരം ചുരുക്കും, അവന്റെ വലതുവശവും ഇടതുവശവും ഒന്നാകുന്നതുവരെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖബർ 2 തരമാണ്. ഒന്ന് സ്വർഗത്തിലെ ഒരു തോട്ടം, മറ്റൊന്ന് നരകത്തിലെ ഒരു കുഴി. വിശ്വാസിക്ക് ഖബർ ഒരു വിശ്രമ സ്ഥലമാണ്, പക്ഷേ പാപിക്ക് ഖബർ ഒരു ശിക്ഷയുടെ തുടക്കമാണ്. ഖബറിലെ ചോദ്യം അവസാനിച്ച ശേഷം മനുഷ്യന്റെ ആത്മാവ് ഒരു പുതിയ ലോകത്തിലേക്ക് കടക്കുന്നു. അത് നമ്മൾ കാണാൻ കഴിയാത്ത ലോകം, പക്ഷേ ഖുർആൻ അതിനെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബാസൂൻ. അവരുടെ മുന്നിൽ ഒരു മറ പോലെ ഒരു ലോകമുണ്ട്, പുനരുജ്ജീവന ദിനം വരെ. സൂറത്തുൽ മുഅ്മിനൂൻ 100. ആ ലോകത്തിന്റെ പേര് ബർസഖ്. ബർസഖ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു മറ അല്ലെങ്കിൽ ഒരു തടസ്സം. അതായത് ഈ ലോകത്തിനും അടുത്ത ലോകത്തിനും ഇടയിലുള്ള ഒരു ഇടത്തരം അവസ്ഥ. ഇത് നമ്മൾ കാണാൻ കഴിയില്ല, പക്ഷേ ആത്മാക്കൾ അവിടെ ജീവിക്കുന്നു. അവിടെ സമയം നമ്മുടെ ലോകത്തെ പോലെയല്ല. ഒരു ദിവസം 100 കണക്കിന് വർഷങ്ങൾ പോലെ തോന്നാം, അല്ലെങ്കിൽ 100 കണക്കിന് വർഷങ്ങൾ ഒരു ദിവസത്തെ പോലെ തോന്നാം. വിശ്വാസത്തോടെ ജീവിച്ച മനുഷ്യന്റെ ആത്മാവ് ബർസഖ് ലോകത്തിൽ സമാധാനത്തിലാണ്. ഹദീസുകളിൽ പറയുന്നത്, നല്ല ആത്മാക്കൾ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കും. അവർ ശാന്തമായ അവസ്ഥയിൽ അന്ത്യനാളിനെ കാത്തിരിക്കും. ചില പണ്ഡിതർ പറയുന്നു, നല്ല ആത്മാക്കൾ സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽ പക്ഷികളുടെ രൂപത്തിൽ സഞ്ചരിക്കും. അവർക്ക് ഒരു സന്തോഷകരമായ കാത്തിരിപ്പ്, അത് ഒരു വിശ്രമം പോലെയാണ്. പക്ഷേ പാപത്തിൽ ജീവിച്ച മനുഷ്യന്റെ ആത്മാവിന് ബർസഖ് ലോകം സമാധാനമുള്ളതല്ല. അവർക്കായി അത് ഒരു ശിക്ഷയുടെ തുടക്കമാണ്. ഖുർആൻ ഫറവോന്റെ ജനങ്ങളെക്കുറിച്ച് പറയുന്നു, അന്നാറു യുറദൂന അലൈഹ ഉദുവ വ അഷിയ. അവർ പ്രഭാതത്തിലും സന്ധിയിലും നരകാഗ്നിക്ക് മുന്നിൽ കൊണ്ടുവരപ്പെടുന്നു. ഇത് അന്ത്യനാൾക്ക് മുമ്പുള്ള അവസ്ഥയാണ്. അതായത് ബർസഖ് ലോകത്തും ശിക്ഷ ഉണ്ടാകാം. ഒരു ചോദ്യം പലർക്കും ഉണ്ടാകും, ബർസഖ് ലോകത്തിൽ ആത്മാക്കൾ തമ്മിൽ കാണുമോ? ചില ഇസ്ലാമിക പണ്ഡിതർ പറയുന്നു, നല്ല ആത്മാക്കൾ പരസ്പരം കാണാൻ കഴിയും. അവർ പുതുതായി വന്ന ആത്മാക്കളോട് ചോദിക്കും, ഭൂമിയിൽ അമുക്കൻ എങ്ങനെയുണ്ട്? അവൻ ഇനിയും ജീവനോടെയാണോ? പക്ഷേ ഒരു ആത്മാവ് മറുപടി പറയും, അവൻ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അവർ മനസ്സിലാക്കും, അവൻ മറ്റൊരു അവസ്ഥയിലായിരിക്കാം. മറ്റൊരു വലിയ ചോദ്യം, മരിച്ചവർ ഈ ലോകത്തെ കാണുമോ? ഇസ്ലാമിക പണ്ഡിതർ പറയുന്നത്, ചില അവസരങ്ങളിൽ ആത്മാക്കൾക്ക് ഈ ലോകത്തെക്കുറിച്ച് അറിവ് ലഭിക്കാം. പക്ഷേ അത് അള്ളാഹുവിൻ്റെ ഇച്ഛപ്രകാരമാണ്. അവർ എല്ലാ കാര്യങ്ങളും കാണുന്നില്ല. കാരണം ബർസഖ് ലോകം മുഴുവനായും മറ്റൊരു അവസ്ഥയാണ്. ബർസഖ് ലോകത്തിൽ ആത്മാക്കൾ കാത്തിരിക്കുന്നു. സമയം അവർക്ക് എങ്ങനെ കടന്നു പോകുന്നു നമുക്കറിയില്ല. പക്ഷേ ഒരു ദിവസം വരും. ആ ദിവസം ഈ ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം നടക്കും. ഖുർആൻ അതിനെ വിളിക്കുന്നത് യൗമുൽ ഖിയാമ, അന്ത്യനാൾ. ആ ദിവസം ആകാശവും ഭൂമിയും ഇന്ന് നമുക്ക് കാണുന്നത് പോലെ ആയിരിക്കില്ല. പർവ്വതങ്ങൾ കാറ്റിൽ പറക്കുന്ന പൊടി പോലെ മാറും, സമുദ്രങ്ങൾ കുതിർക്കും,
ഭൂമി അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരും. സൂറത്തുൽ സിൽസാൽ 1 മുതൽ 2 വരെ വാക്യത്തിൽ അല്ലാഹ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദാ സുൽസിലത്തിൽ അർതു സിൽസാലഹ വ അഖ്റജത്തിൽ അർതു അസ്കാലഹ. ഭൂമി ശക്തമായി കുലുങ്ങുമ്പോൾ അത് തന്റെ ഉള്ളിലെ ഭാരങ്ങൾ പുറത്തു കൊണ്ടുവരും. ആ ദിവസം ഒരു ശബ്ദം സൃഷ്ടിയെ മുഴുവൻ നടുക്കും. അത് ഒരു സാധാരണ ശബ്ദമല്ല, അത് ശംഖിന്റെ ശബ്ദമാണ്. മലക്ക് ഇസ്താഫീൽ ശംഖ് മുഴക്കും. സൂറത്തു അസ്സുമർ 68 വാക്യത്തിൽ അല്ലാഹ് സുബ്ഹാനഹു വ തആല പറയുന്നു, വനുഫിഖ ഫിസ്സൂർ ഫസഅക മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ്. ശംഖ് മുഴക്കപ്പെടുമ്പോൾ ആകാശത്തിലും ഭൂമിയിലും ഉള്ളവർ എല്ലാവരും വീഴും. ആ ശബ്ദം കേൾക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും വീഴും. ജീവൻ ഈ ലോകത്തിൽ നിന്ന് അവസാനിക്കും. അതിനുശേഷം ഒരു കാലം കടന്നുപോകും. പിന്നീട് മറ്റൊരു ശബ്ദം, ശംഖ് വീണ്ടും മുഴക്കും. സൂറത്തു അസ്സുമർ 68 വാക്യത്തിൽ അല്ലാഹ് സുബ്ഹാനഹു വ തആല പറയുന്നു, സുമീഹി ഉഖ്റാ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. പിന്നീട് വീണ്ടും ശംഖ് മുഴക്കപ്പെടും. അപ്പോൾ അവർ എഴുന്നേറ്റ് നോക്കും. ആ സമയത്ത് മനുഷ്യർ ഖബറുകളിൽ നിന്ന് വീണ്ടും ഉയരും. മനുഷ്യർ എല്ലാവരും ഒരു വലിയ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുവരപ്പെടും. അത് മഹ്ശർ. അവിടെ ആദം അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യൻ വരെ എല്ലാവരും ഉണ്ടാകും. രാജാക്കന്മാരും ദരിദ്രരും പണ്ഡിതരും സാധാരണക്കാരും എല്ലാവരും ഒരേ നിലയിൽ. ആ ദിവസം മനുഷ്യന് അവന്റെ സമ്പത്ത് സഹായിക്കില്ല, അവന്റെ അധികാരം സഹായിക്കില്ല. സൂറത്തു അശ്ശുഅറ 88 വാക്യത്തിൽ അല്ലാഹ് സുബ്ഹാനഹു വ തആല പറയുന്നു, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. ആ ദിവസം സമ്പത്തും മക്കളും ഉപകാരപ്പെടുകയില്ല. ഓരോ മനുഷ്യനും അവന്റെ പ്രവൃത്തികളുടെ പുസ്തകം ലഭിക്കും. സൂറത്തുൽ കഹഫ് 49 വാക്യത്തിൽ അല്ലാഹ് സുബ്ഹാനഹു വ തആല പറയുന്നു, വവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീൻ. പ്രവൃത്തികളുടെ പുസ്തകം വെക്കപ്പെടും. പാപികൾ ഭയത്തോടെ നോക്കും. ചിലർ അവരുടെ പുസ്തകം വലത് കൈയിൽ സ്വീകരിക്കും. അവർ സന്തോഷത്തോടെ പറയും, എന്റെ പുസ്തകം വായിക്കൂ. പക്ഷേ ചിലർ അത് ഇടത് കൈയിൽ സ്വീകരിക്കും. അവർ പശ്ചാത്താപത്തോടെ പറയും, എനിക്ക് ഈ പുസ്തകം കിട്ടാതിരുന്നെങ്കിൽ നന്നായിരുന്നു. അവസാനം മനുഷ്യന്റെ ജീവിതം പരിശോധിക്കപ്പെടും. ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും, ഓരോ ഉദ്ദേശവും എല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നന്മ ചെയ്തവർക്ക് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കും. സൂറത്ത് അസ്സുമർ 73 വാക്യത്തിൽ അല്ലാഹ് സുബ്ഹാനഹു വ തആല പറയുന്നു, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമര. അല്ലാഹുവിനെ ഭയപ്പെട്ടവർ സംഘങ്ങളായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകപ്പെടും. പക്ഷേ ദോഷം തിരഞ്ഞെടുത്തവർക്ക് മറ്റൊരു വഴിയാണ്. ഈ ജീവിതം വളരെ ചെറിയതാണ്. നാം നമ്മുടെ സ്വപ്നങ്ങളിൽ വർഷങ്ങൾ ചെലവഴിക്കുന്നു. പക്ഷേ ഖുർആൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഹുറൂർ. ഈ ലോക ജീവിതം ഒരു താൽക്കാലിക വഞ്ചന മാത്രമാണ്. സൂറത്ത് ആൽ ഇംറാൻ 185. ഒരു ദിവസം നമ്മളും ഈ യാത്ര തുടങ്ങും, ഖബറിന്റെ ഇരുട്ടിൽ ഒറ്റയ്ക്ക്. അപ്പോൾ ഒരു ചോദ്യം മാത്രം, നമ്മൾ ആ യാത്രയ്ക്ക് തയ്യാറാണോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നൂർ ബിയോണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.